പക്ഷെ ഇന്ന് നമ്മൾ ഇത് വിശദമായിട്ട് എടുക്കുന്നതായിരിക്കും. അതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെന്നാണ്, അത് എന്തുകൊണ്ട് കഴിക്കണമെന്നും, അതെന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുക എന്നും, എന്തുകൊണ്ടാണ് ഏതൊക്കെ പ്രായത്തിലുള്ള കഴിക്കാമെന്ന് നമുക്ക് ഇതിൽ നോക്കാം. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഏറ്റവും വലിയ അനുഭവം, നമ്മളെ അനുഭവത്തിൽ കണ്ട സാധനങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് ഇച്ചിരി ഒന്നും പറഞ്ഞതേ ഉള്ളൂ സ്ലൈഡാക്കിയിട്ട്, അത് നമ്മൾ അധികം ഇതാക്കാനില്ലെങ്കിലും. പക്ഷെ ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, അണ്ടർ വെയിറ്റ് ബോഡി ആയി കഴിഞ്ഞാൽ, അതായത് ഒത്തിരി വീക്കായിട്ട് ഒത്തിരി മെലിഞ്ഞ ശരീരമാണെങ്കിൽ നമുക്ക് സമൂഹത്തിൽ നടക്കുമ്പോൾ പല ആൾക്കാരും പറയാറുണ്ട്, എന്താ രോഗമാണ്, എന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്, തീരെ തടിയില്ലല്ലോ, അങ്ങനെയൊക്കെ പല ആളും ചോദിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വല്ലാത്തൊരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ് നമുക്ക് മാനസികവും ശാരീരികവുമായിട്ട് നൽകിക്കൊണ്ടിരിക്കുക. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുന്നത് പല മുകളിലേക്ക് കയറ്റി പിടിപ്പിക്കും. ചില ആളുകൾക്ക് കോളറിലേക്ക് അവിടെ വെച്ചോളൂ, ത്രോട്ടിനടുത്ത്. യെസ്, പറഞ്ഞോ. ഹലോ, കുറച്ചുകൂടെ മാറ്റമുണ്ട്. യെസ്, ഓക്കെ സർ, റൈറ്റ്. അപ്പൊ നടുവിൽ എന്തെങ്കിലും ബ്രേക്ക് ആയിട്ട് സാർ പറഞ്ഞാൽ ഞാൻ അതനുസരിച്ചിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം. കാരണം കേൾക്കാന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ബ്രേക്ക് ആവുന്നില്ല, ഇത് ഡിവൈസിൽ സൗണ്ട് ഫുള്ള് വെച്ചിട്ട് ആൾക്ക് ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല. നീ കുറച്ചുകൂടി സൗണ്ടിൽ സംസാരിക്കാം. എന്റെ വക ഒരു എനർജി ഡ്രിങ്ക് തന്നേക്കാൻ കഴിയുമ്പോ. ഓക്കെ സാർ, അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അണ്ടർ വെയിറ്റ് ബോഡി, ഒത്തിരി വീക്കായ ബോഡി, ഒത്തിരി മെലിഞ്ഞ ബോഡിയൊക്കെ ആണെങ്കിൽ നമുക്ക് വെളിയിലോട്ട് പോകാനൊക്കെ വളരെ മടിയായി പോകും. കാരണം പല ആൾക്കാരും പല ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിന്റെ വല്ലാത്തൊരു അഡ്വേഴ്സ് എഫക്ട് നമ്മളെ ശാരീരികമായിട്ട് മാനസികമായിട്ട് നമുക്ക് സമൂഹം തരിക. അപ്പൊ അതിൽ നിന്നുള്ള ഒരു മാറ്റം എന്താണെന്ന് നോക്കുക. അങ്ങനെ പോകുന്ന ശരീരത്തിന് ഓഫ്കോഴ്സ് ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുമെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഏറ്റവും വലിയ പ്രോബ്ലമാണ് ലോ ഇമ്മ്യൂണിറ്റി. അതായത് പ്രതിരോധ ശക്തി വല്ലാതെ കുറഞ്ഞു പോകും. കാരണം ഒത്തിരി വലിയ ശരീരം, അതിൽ ഒരുപക്ഷെ മസിൽസ് കാണില്ല, അതിൽ അങ്ങനെ വേണ്ട പ്രോട്ടീൻസ് കാണില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും ലോവർ ഇമ്മ്യൂണിറ്റി ആകുന്നു. അത് ലോവർ ഇമ്മ്യൂണിറ്റി കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലിന്റെ സാന്ദ്രത വല്ലാതെ കുറഞ്ഞു പോകുന്നു. നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഇന്ന് പല ആൾക്കാരും നമുക്കൊരു കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിലും എല്ലിന്റെ സാന്ദ്രത ഏകദേശം ഒരു 80 to 85% ആൾക്കാർക്ക് ഇല്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞാണ്, ഇപ്പൊ ഈ അവധിക്കാലത്ത് ഒത്തിരി ആൾക്കാർ വന്ന് ഇവിടെ സ്കാനിങ് ചെയ്യും. സ്കാൻ ചെയ്യുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ബാക്കി അസുഖങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവർക്ക് എല്ല് ശതമാനം വളരെ അധികം കുറവാന്നുള്ളതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിലാണ്. അപ്പോൾ ദിസ് ഈസ് ഓൾസോ എ ഫാക്ടർ ഹിയർ. പിന്നെ മസിൽസ്, അതിന് ടാപ്പിന്റെ ആവശ്യമൊന്നുമില്ല അളന്ന് നോക്കാൻ, കാരണം കണ്ടാൽ തന്നെ മനസ്സിലാവും ഒന്നും ഇല്ല. പിന്നെ ടാപ്പ് അളന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ മനപ്രയാസം നല്ല വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ മസിൽസും ഇല്ല നമുക്ക്. അതുപോലെ നോക്കി ഫിസിക്കൽ വീക്ക്നെസ് ആണ് ഒത്തിരി. ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉടനെ ക്ഷീണം വരിക, വല്ലാതെ വീക്ക്നെസ് ഫീൽ ചെയ്യുക, ചെയ്യാനുള്ള ആ ഒരു ത്രാണി, ചെയ്യാനുള്ള ആ ഒരു മാനസിക അവസ്ഥ ഇല്ലാതെയായി പോവുക, പിന്നെ ഉറക്കം വരിക, അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിൽ നമ്മൾ പല ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കും. പിന്നെ നോക്കിയേ, പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കാണുന്ന ആള് വളരെ ഈ ചെറിയ, പ്രത്യേകിച്ച് ഈ കോളേജിൽ പോകുന്ന കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അവിടെ നിന്നാണല്ലോ ഇതിന്റെ തുടക്കം. അത് കാരണം പിന്നെ വലുതായിട്ട് പിന്നെ അത് കുറച്ചും കൂടി ഭീകരമായ രൂപത്തിലേക്ക് മാറുക. അവർക്ക് ഒരുപക്ഷെ സ്കിന്നി ആയിരിക്കാം, കാണാനുള്ള തിന്നായിരിക്കാം, അതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഒത്തിരി ഉണ്ടാവായിരിക്കും. കാണുന്ന ആൾക്കാർ പറയുമായിരിക്കും, അതുകൊണ്ടൊരു ഒത്തിരി മെന്റൽ ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് അവർക്ക് ആവശ്യമുണ്ടാവായിരിക്കും. പക്ഷെ അവർക്ക് ശാരീരികമായി ചെയ്യാനുള്ള പല പണികളും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അവർക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് വരികയില്ല, കാരണം ക്ഷീണം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ. കാരണം ശരീരം അവർക്ക് എന്തൊക്കെയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതിലേക്ക് ശരീരം പുഷ് ചെയ്യാൻ മടിക്കും. അതുകൊണ്ട് ഒത്തിരി ആരോഗ്യപരമായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് അവർ അനുഭവപ്പെടുന്നതാണ്. അപ്പോ അവർക്ക് ആ ശരീരം ഒരു ഭാരമായി തോന്നിയേക്കാം, പക്ഷെ എന്നാലും ശരീരത്തിന് ഭാരമില്ലതാണ്. ഭാരം ഇൻ എ സെൻസ് ഇതൊരു വലിയ ബുദ്ധിമുട്ടായി തോന്നും. നമുക്ക് ഇവിടുന്ന് നടന്നിട്ട് ഏകദേശം ഒരു 2 കിലോമീറ്റർ പോകണമെങ്കിൽ 2 കിലോമീറ്റർ നടക്കണം, ഒരു ഓട്ടോ കിട്ടുമോ? കാരണം നമുക്ക് അത്രയും നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒരു ഭാരമായിട്ട് അങ്ങനെ കണക്കാക്കുന്നത്. പക്ഷെ ശരീരത്തിന് ഭാരമില്ലതാണ്. ശരീരം വളരെ സ്കിന്നി ആൻഡ് വെരി തിന്നാണ്. അതുകൊണ്ട് നമുക്ക് കാണുന്നവരൊക്കെ നമ്മളോട് ചോദിക്കും, എന്തോ ശരീരമായിരിക്കുന്നു. അപ്പൊ അതൊരു സോഷ്യൽ പ്രോബ്ലം, മെന്റൽ പ്രോബ്ലം. ഇതിനെ കൊണ്ട് വേറൊരു പ്രോബ്ലം കൂടി എന്താ വെച്ചാൽ, ഈ ഫിസിക്കൽ ഡെബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ശാരീരികമായിട്ട് നമുക്ക് വല്ലാത്ത ഈ ഒരു അവസ്ഥയിൽ വരുമ്പോൾ നമുക്ക് ജീവിതത്തിലെ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഓരോ പടിയിലും വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കി തരും. ഒന്ന്, നമ്മളെ ജോബിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയാലും നമുക്ക് കാര്യമായിട്ടൊരു പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ മാർക്കറ്റിംഗ് പോകാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ ജോലി വളരെ ക്ഷീണം. അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ക്വാളിറ്റി വല്ലാതെ കുറഞ്ഞു പോകും. ബിസിനസ് ആണെങ്കിലും അത് തന്നെ, നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അതിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോഷ്യൽ ഗാദറിംഗിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ആഘോഷപരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ക്ഷീണിച്ചൊരു ഭാഗത്തിട്ടുണ്ടാവും. പിന്നെ കല്യാണത്തിലോട്ട് പോയി കഴിഞ്ഞാൽ കല്യാണ ജീവിതം ആകെ ഒരു താറുമാറാവുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും. കാരണം ശാരീരികമായിട്ട് തീരെ ഒരു ശക്തിയില്ല, ഒരു ആരോഗ്യമില്ല, എനർജി ഇല്ല, ഒന്നുമില്ല.
അപ്പൊ ഇതൊക്കെ തന്നെ ഒരു വലിയ പ്രോബ്ലം ആയിട്ട് നമ്മൾ കാണാറുണ്ടെന്നുള്ളതാണ്. ഇനി ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഈ ഇങ്ങനത്തെ ഈ നമ്മളിപ്പോ കണ്ട വീക്ക്നെസ്സിലേക്കെല്ലാം ഒത്തിരി അധികം സഹായിക്കുന്നുള്ളതാണ്. പ്രോപ്പർ ആയിട്ടുള്ള ശരീരത്തിനുള്ള വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി, പ്രോപ്പർ വെയിറ്റ് ഗെയിൻ, ശ്രദ്ധിക്കണം കേട്ടോ ആ വേർഡ്, വെയിറ്റ് ഗെയിൻ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, പ്രോപ്പർ വെയിറ്റ് ഗെയിൻ, ആവശ്യത്തിനുള്ള ആ ശരീരത്തിനുള്ള തൂക്കം കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് BMI എന്ന് പറയുന്ന സാധനം. ആ BMI വരെ ലെവൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 20 to 25 നമ്മൾ BMI കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഇപ്പോഴും ഈ അവധിക്കാലത്തിലൂടെ വന്ന സമയത്ത് എന്നോട് പറഞ്ഞാൽ സാർ ഒത്തിരി വെയിറ്റ് ഉണ്ട് ശരീരത്തിന്. പക്ഷെ ഒത്തിരി വെയിറ്റ് നമ്മൾ വെയിറ്റ് മെഷീന്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് അതിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്? നിങ്ങളുടെ മസിൽസിന്റെ വെയിറ്റ് വരും, നിങ്ങളുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ വെയിറ്റ് വരും, ക്ഷീണത്തിന്റെ ഫാറ്റിന്റെ വെയിറ്റ് വരും, ബോണിന്റെ വെയിറ്റ് വരും, ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ വെയിറ്റ് വരും. ഇതൊക്കെ കൂടിയാണല്ലോ നമ്മളുടെ ശരീരത്തിൽ വെയിറ്റ് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് അതിൽ ചില സാധനങ്ങൾ അധികം വേണ്ട, ചില സാധനങ്ങൾ വേണം. പക്ഷെ അതിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വളരെ കുറവായിരിക്കും. മസിൽസ് കാണില്ല, എല്ല് കാണില്ല, വെള്ളം കാണില്ല, പക്ഷെ ഫാറ്റ് ഒത്തിരി കാണുമായിരിക്കും. അപ്പോൾ പ്രോപ്പർ വെയിറ്റ് ഗെയിൻ വേണമെങ്കിൽ ഈ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ കിട്ടണം. അത് ആണ് ലീൻ ബോഡി മാസ് എന്ന് പറയുന്നത്. അതിൽ എല്ലുകൾ കൂടും, ബോൺസ് ആൻഡ് ദെൻ മസിൽസ് എല്ലാം കൂടിയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ പ്രോപ്പർ വെയിറ്റ് ഗെയിൻ കിട്ടണമെങ്കിൽ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കണം. അതിൽ ശരിയായ അളവിൽ കാർബോഹൈഡ്രേറ്റ്സ് കിട്ടണം, ശരിയായ പ്രോട്ടീൻ കിട്ടണം, ഫാറ്റ് കിട്ടണം, വൈറ്റമിൻസ് കിട്ടണം, മിനറൽസ് കിട്ടണം, ഫൈബർ കിട്ടണം, ബൊട്ടാനിക്കൽസ് കിട്ടണം. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം, അതാണ് നമ്മൾ PPMF ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അതിൽ കൂടെ വെജ് കഴിക്കുന്നു, ഒമേഗ കിട്ടും. അങ്ങനെ ഓരോ പ്രോഡക്റ്റ് നമ്മൾ കഴിക്കുന്നതിനെ കൊണ്ട് നമുക്ക് ശരീരത്തിൽ കിട്ടേണ്ട ന്യൂട്രീഷണൽ ക്വാളിറ്റി, ആ 7 പോഷക തത്വങ്ങൾ ഭക്ഷണത്തിൽ കിട്ടണം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. ആ 7 പോഷക തത്വങ്ങൾ ശരിയായ അളവിൽ നമ്മുടെ ശരീരത്തിൽ കിട്ടണം. അപ്പൊ അത് കഴിക്കണമെങ്കിൽ, അത് കിട്ടണമെങ്കിൽ നമുക്ക് ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. ആ ബാലൻസ് ഡയറ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ രൂപത്തിൽ ഫാറ്റ് കുറഞ്ഞിട്ട് ശരിയായ അളവിൽ നമ്മൾ പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യാൻ നമ്മുടെ ശരീരം ചെയ്യും. അപ്പൊ BMI പെർഫെക്റ്റ് ആയിരിക്കും. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. പ്രോട്ടീൻ റിക്വയർഡ്, നമുക്കറിയാം എന്തുകൊണ്ടാണ്. മസിൽസിന് ആവശ്യമാണ് പ്രോട്ടീൻ. ഓക്കെ, ആ പ്രോട്ടീൻ ശരിയായ അളവിൽ നമ്മുടെ ശരീരത്തിൽ കിട്ടിയെങ്കിൽ നമുക്ക് ശരിയായ അളവിൽ മസിൽസ് കാണും. ശരിയായ അളവിൽ മസിൽസ് ഉണ്ടെങ്കിൽ ആവശ്യത്തിന് അത്ര ഫാറ്റ് കാണില്ല. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. സോ യു വിൽ ഗെറ്റ് പ്രോപ്പർ വെയിറ്റ് ഗെയിൻ. പിന്നെ ടു എൻഷുർ ദാറ്റ് ബോഡി ഈസ് യൂസിങ് പ്രോട്ടീൻ, നമ്മുടെ ശരീരം പ്രോട്ടീൻ ശരിക്കും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മസിൽസ് കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരീരത്തിന് എനർജി കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, മസിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയാണോ പ്രോട്ടീൻ യൂസ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ വെറും എനർജി ഉണ്ടാക്കാൻ വേണ്ടിയാണോ, അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് മസിൽസ് വേണം. പ്രോട്ടീൻ ആദ്യം യൂസ് ചെയ്യേണ്ടത് മസിൽസ് ഉണ്ടാക്കാനാണ്, എന്നിട്ട് എനർജിയിലേക്ക് പോകാൻ പാടുള്ളൂ. പക്ഷെ ആക്ച്വലി തിരിച്ചു വന്ന് പോയിട്ടുണ്ട്, നമുക്ക് മസിൽസ് കുറഞ്ഞു പോകുന്നു, നമുക്ക് പ്രോട്ടീൻ ഡൈജഷൻ ശരിക്കും നടക്കുന്നില്ലെങ്കിലാണ് ഇങ്ങനത്തെ സംഭവത്തിലേക്ക് പോവുക. വേർ യു ഗെറ്റ് മോർ ഫാറ്റ്, ലെസ് മസിൽസ്. പിന്നീട് നമുക്ക് ശരിയായ അളവിൽ കാർബോഹൈഡ്രേറ്റ്സ് കിട്ടണം, ഫാറ്റ് ഒരു പരിധി വരെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് പല രൂപത്തിലുള്ള ധാന്യങ്ങൾ കഴിക്കണം. അതിൽ നമുക്ക് പല കലോറീസ് കിട്ടും. അതായത് നമ്മൾ ന്യൂട്രീഷൻ സപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രസക്തി എന്നുള്ളതാണ്. അപ്പൊ നോർമലി ഒരു നല്ലവണ്ണം വർക്ക് ചെയ്യുന്ന ആൾക്ക്, ഒരു പുരുഷന് വേണ്ടത് 2700 കാലറിയും ഒരു ലേഡിക്ക് 2200 കാലറിയും. പക്ഷെ 1500 കാലറിയുടെ മുകളിൽ പോകുന്നുണ്ടെങ്കിൽ ആ ശരീരം കൊണ്ട് നമ്മൾ അത്രയും പ്രവർത്തനം ചെയ്യിപ്പിക്കണം. ഇല്ലെങ്കിൽ 2700-ഉം 2200 ലേഡീസും 2200 പുരുഷനും കഴിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം ഫാറ്റായി മാറിപ്പോകും. അപ്പോൾ ശരീരം കൊണ്ട് നല്ലവണ്ണം പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഹാർഡ് വർക്കിംഗ്, നോർമലി നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് 1500-ന് 2700, കാരണം ബാക്കി ആ കാലറി മുഴുവൻ ബേൺ ചെയ്ത് പോകുന്നതാണ്. പക്ഷെ ശരീരത്തിൽ 1500 കാലറി എല്ലപ്പോഴും വേണ്ടതാണ്. ഓക്കെ, സോ ജസ്റ്റ് ഈ ഒരു കാര്യം മനസ്സിലാക്കണം. For men 2700 calories and for women 2200 calories, especially for those who are working. അല്ലാതെ ചുമ്മാ കിടക്കുകയാണ്, ഒരു പണിയും ചെയ്യുന്നില്ല, അവർ ഇത്രയൊക്കെ കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും കുറച്ചു കാലം കഴിഞ്ഞാൽ ഫാറ്റായി മാറും. 1500 കാലറിയാണ് ബേസിക് ലൈൻ. അപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന അനുസരിച്ചിട്ട് എനർജി വേണം നിങ്ങൾക്ക്, അതനുസരിച്ച് നിങ്ങൾക്ക് കാലറീസ് കൂട്ടണം. അതിനുള്ള ഒരു ബെഞ്ച് മാർക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം കൺസ്യൂമിംഗ് 500 calories more than what is required can increase weight by half a kilo in a week എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും 500 കാലറി വെച്ച് നമ്മൾ ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഇത്രയും വെയിറ്റ് കൂടും തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തിനാ വെറുതെ വെയിറ്റ് കൂടുന്ന ആവശ്യം? ഓക്കെ, വെജിറ്റേറിയൻ ഡയറ്റ് നമ്മൾ കൂടുതൽ കഴിക്കണം എന്ന് പറയും. കാരണം അത് അങ്ങനെ കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി സോയ പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്നു, വേരിയസ് ധാന്യങ്ങൾ കഴിക്കുന്നു, മിക്സ്ചർ ഓഫ് ഗ്രെയിൻസ് കഴിക്കുന്നു. അതുകൊണ്ടെന്ന് വെച്ചാൽ ഫാറ്റ് കുറയുന്നുള്ളതാണ്. നമ്മളെ ന്യൂട്രി സയൻസ് പുസ്തകത്തിൽ നിങ്ങൾക്ക് ബാക്കിലത്തെ പേജിൽ ആ ഡയറ്റ് ചാർട്ട് കണ്ടാലും അല്ലെങ്കിൽ ആ പുസ്തകം വായിച്ചിട്ട് നമുക്ക് കാണാം, നോൺ വെജിറ്റേറിയൻ ഡയറ്റ്സ് കഴിക്കുന്ന ആൾക്കാർക്ക് ഫാറ്റ് വല്ലാതെ കൂടുന്നുള്ള ശരീരത്തിൽ. വേറെ വെജിറ്റേറിയൻ ആണെങ്കിൽ ഫാറ്റ് വളരെ കുറവായിരിക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ ശാപം അതാണ്, ഒത്തിരി അധികം ഫാറ്റ് കൂടി പോകുന്നതാണ്. അപ്പൊ ഫാറ്റ് കുറക്കണമെങ്കിൽ നമ്മൾ വെജിറ്റേറിയൻ ഡയറ്റിലേക്ക് ആശ്രയിക്കാന്നുള്ളതാണ്. അതിനിപ്പം മീറ്റ് കഴിക്കാൻ വലിയ ആഗ്രഹമുള്ള നമുക്ക് വെജിറ്റേറിയൻ മീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ടു ഹാപ്പൻ. പിന്നെ കൺസപ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ഗിവ്സ് മോർ എനർജി. കാർബോഹൈഡ്രേറ്റ്സ് വേണം നമുക്ക് എനർജിക്ക് വേണ്ടി. പക്ഷെ നമ്മൾ
എത്ര അധികം കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നു അത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതനുസരിച്ച് നമ്മൾ എനർജി ഉണ്ടാക്കിയിട്ട് ആ എനർജി ബേൺ ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഒത്തിരി എനർജി ഉണ്ടാക്കി വെക്കുന്നു പക്ഷെ അതൊന്നും ബേൺ ചെയ്യുന്നില്ല, കാലറീസ് ഉണ്ടാക്കുന്നു അതൊന്നും ബേൺ ചെയ്യില്ല, അതൊക്കെ പിന്നെ ഫാറ്റായി മാറിപ്പോകുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ദ മോർ യു ടേക്ക് ദ മോർ യു ഷുഡ് ബേൺ. കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ബേൺ ചെയ്യണം, കുറവെടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതനുസരിച്ചിട്ട്. ഓക്കെ, നൗ ഇതൊക്കെ പോട്ടെ. To get vitamins and minerals, we should consume adequate amount of vegetables. പിന്നെ ഫ്രൂട്ട്സ്, ഇതൊക്കെ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ പല പ്രാവശ്യം PPM സമയത്തും പറഞ്ഞതാണ്. നമ്മുടെ ശരീരത്തിൽ ആ 7 പോഷക തത്വങ്ങൾ ശരിയായ അളവിൽ കിട്ടണം. ചുരുക്കത്തിൽ അതാണ് ഇവിടെ പ്രസക്തി. ഓക്കെ, അത് പല പല രൂപത്തിൽ കിട്ടും. കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ ഞാൻ പോയിട്ടൊരു ലേഡി ഡോക്ടറെ കണ്ടു, ആയുർവേദ ഡോക്ടർ. അവരും എന്നോട് പറഞ്ഞത് നമുക്ക് നേച്ചർ തന്നെ ഒത്തിരി സാധനം ഉണ്ട് സാർ, നമുക്ക് അത് തന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ തന്നെ വളരെ ഗുണം ചെയ്യുന്നതാണ്. പക്ഷേ ഈ പ്രോത്സാഹിപ്പിക്കുക എങ്ങനെയാണ് ഇത് പ്രോത്സാഹിപ്പിക്കും? ഇത്രയും കാലം നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ആളുടെയും കണ്ടീഷൻ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോത്സാഹനം കൊണ്ട് മാത്രം കാര്യം നടക്കത്തില്ല, നമുക്ക് ഡയറ്ററി സപ്ലിമെന്റ് കൊടുത്തേ മതിയാകത്തുള്ളൂ. യു നീഡ് ടു ഗിവ് സപ്ലിമെന്റ്. കാരണം നമ്മൾ ഇത്ര വൈറ്റമിൻസ് കഴിക്കണം, ഇത്ര പ്രോട്ടീൻ വേണം, നമുക്ക് കണക്കറിയാം. അവൻ ഈ ഓപ്പൺ ആയിട്ട് ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ, ഈ അളവിൽ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അതിൽ നിന്ന് ഡൈജഷൻ ഒക്കെ കിട്ടിയിട്ട് നമുക്ക് എമൗണ്ട് ഓഫ് വൈറ്റമിൻസ് 13 വൈറ്റമിൻസ് ആൻഡ് 15 മിനറൽസ് ഒക്കെ പറഞ്ഞ് പ്രോട്ടീൻ ഒരു 60 ഗ്രാം ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ യു നീഡ് ടു സപ്ലിമെന്റ്, ദാറ്റ് ഈസ് 100% ഷുവർ. ഇന്നലെ ഞാൻ ഡോക്ടറോട് ഒത്തിരി കാലം സംസാരിച്ചപ്പോൾ ഡോക്ടർ ആക്ച്വലി അവസാനം യെസ് എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഇസ്. ഓക്കെ, അപ്പോൾ നൗ ഇനിയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ന്യൂട്രിചാർജ് ഗെയിനറിലോട്ട് കിടക്കുന്നത്. ഓക്കെ, അതിന്റെ ഇൻഗ്രീഡിയൻസിനെ പറ്റി നമുക്ക് വിശദമായിട്ട് ഓരോന്ന് നോക്കാം. ഇപ്പൊ ഞാനൊരു ബേസ് ലൈൻ തന്നെ ഉള്ളൂ. അതെല്ലാം ഏകദേശം നമ്മൾ ന്യൂട്രിചാർജിന്റെ ഏതൊക്കെ പ്രൊഡക്റ്റ് പറഞ്ഞാലോ, അതായത് ന്യൂട്രീഷൻ സപ്ലിമെന്റ് പറഞ്ഞു കഴിഞ്ഞാലും ഈ നേരത്തെ പറഞ്ഞ ആ ഒരു ആമുഖം എല്ലാത്തിൽ തന്നെ ഉണ്ടാവും. അത് പല രൂപങ്ങളിൽ മാറുമെന്ന് മാത്രം. പക്ഷെ നട്ഷൽ ഇറ്റ് എൻഡ്സ് അപ്പ് വിത്ത് ദാറ്റ് യു നീഡ് ദ 7 ന്യൂട്രിയൻസ് നൈസ്ലി ആൻഡ് ഇൻ adequate quantity. അതാണ് അതിന്റെ അർത്ഥം. ഇനി നമുക്ക് ഗെയിനറിലേക്ക് പോകുന്ന സമയത്ത് ഈ ഗെയിനർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ഒത്തിരി ക്ഷീണം സംഭവിക്കുന്നു. ആൾക്കാർ പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ ഒത്തിരി ക്ഷീണം കാണും, നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലുണ്ട്. അതിൽ ആദ്യത്തെയാണ് പൈനസ് മെരിറ്റിമ എന്ന് പറയുന്നത്. അതിന്റെ സയന്റിഫിക് നെയിമാണ് ആക്ച്വലി പൈൻ മരമാണത്. പൈൻ മരത്തിന്റെ ബാക്ക്, അതിന്റെ തുളി, അതിന്റെ നിങ്ങൾക്ക് കാണാം അതിന്റെ ഇലകൾ, ആ ഭാഗങ്ങളൊക്കെ, അതൊക്കെ കായകള്, ഇതൊക്കെ ചേർത്തിട്ട് ഇത് ഇറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ പവർഫുൾ ആന്റി ഓക്സിഡന്റ്. ഒത്തിരി ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ളതാണ് ഈ പൈൻ മരത്തിന്റെ ഈ ശാഖകൾക്കൊക്കെ ഉള്ളത്. ഇത് ഫിസിക്കൽ ഫങ്ഷനിങ്ങിന് ഒത്തിരി ഗുണം ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഈ പൈനസ് മെരിറ്റിമ, പൈൻ വൃക്ഷത്തിന്റെ ഈ ശാഖകൾക്കും അതിൽ നിന്ന് എടുക്കുന്ന ആ സത്തുകൾക്കൊക്കെ അതിൽ കാണുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് പൈക്നോജിനോൾ എന്ന് പറയുന്ന സാധനം. പൈക്നോജിനോൾ. I'll tell you what is പൈക്നോജിനോൾ. ഈ പൈക്നോജിനോൾ ആണ് ഈ പൈനസ് മെരിറ്റിമ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുന്നത്. Then what is it? It is nothing but ഈ പൈക്നോജിനോൾ നമ്മുടെ ശരീരത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഫ്ലോ ഓഫ് ബ്ലഡ് കൂട്ടുന്നു, ഓക്സിജൻ കൂട്ടുന്നു മസിൽസിലേക്ക്. അപ്പൊ നോക്കിയേ, മസിൽസിലേക്ക് ഓക്സിജന്റെയും ബ്ലഡിന്റെയും ഫ്ലോ കൂട്ടിക്കഴിഞ്ഞാൽ മസിൽ നല്ലോണം ഡെവലപ്പ് ചെയ്യും, റിപ്പയർ ചെയ്യും. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ടിഷ്യൂസിനെയും സെൽസിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ വേർ ആൻഡ് ടിയർ സംഭവിക്കത്തില്ല, വളരെ ബലമായിട്ട് നമ്മളെ മസിൽസിനെ അവിടെ കാത്തു സൂക്ഷിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 35 വയസ്സിന് ശേഷം നമ്മുടെ ശരീരത്തിൽ നിന്ന് മസിൽസ് കുറയുന്നു ഒന്നത്. രണ്ടാമത്തത്, ഈ 35 വയസ്സിന്റെ മുമ്പേ പഠിക്കുന്ന കാലഘട്ടത്തിലും ചെറിയ പ്രായത്തിലൊക്കെ മസിൽസ് നമ്മൾ നോക്കാറില്ല. അതുകൊണ്ട് മസിൽസ് അന്നേരവും ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ മാക്സിമം ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞിട്ട് ഒത്തിരി നല്ല എമൗണ്ട് ഓഫ് മസിൽസ് നമ്മൾ ഉണ്ടെങ്കിൽ കുറെ കാലം വരെ ആ മസിൽ ഓരോ 1% പോയാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ കാണും. ഇത് ചെറുപ്പന്നേ മസിൽസ് ഇല്ലാന്ന് വിചാരിക്കുക, വളരെ തിൻ ലീൻ ബോഡി മാസ് ആണെങ്കിൽ, മസിൽസ് ഇല്ലാത്തൊരു ശരീരമാണെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി വിചാരിച്ചു. അപ്പോൾ ഈ പൈക്നോജിനോൾ ഗിവ്സ് സപ്പോർട്ട് ടു ദാറ്റ്. ഓക്കെ, അതാണ് പൈനസ് മെരിറ്റിമ. പൈനസ് മെരിറ്റിമ എന്ന സയന്റിഫിക് നെയിമാണ്, പൈൻ വൃക്ഷമാണ് അതിന്റെ അർത്ഥം. ഓക്കെ, രണ്ടാമത്തതാണ് ഇതിലുള്ളതാണ് പൈറസ് മാലസ്. അത് അഗെയിൻ സയന്റിഫിക് നെയിമാണ്. പൈറസ് മാലസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ആപ്പിൾ ആണ്. ആപ്പിൾ എന്താ ചെയ്യുന്നത്? ഇറ്റ്സ് റിച്ച് ഇൻ കാലറീസ്. ഒത്തിരി കാലറി തരുന്നതാണ്, കാർബോഹൈഡ്രേറ്റ് തരുന്നതാണ്, ഫൈബർ തരുന്നതാണ്, പൊട്ടാഷ്യം തരുന്നതാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് അഗൈൻ ഓൾ പുട്ട് ടുഗദർ വെരി പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റി ഓക്സിഡന്റ് നേരത്തെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇറ്റ് റെഡ്യൂസസ് ദ ഫ്രീ റാഡിക്കൽസ്. സോ എന്തുണ്ടാവും? റെഡ്യൂസസ് ദ ഡാമേജിങ് ഓഫ് ദ സെൽസ് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ എന്ന് പറഞ്ഞ ഓർഗൻസ്, ഇതൊക്കെ. കാരണം ബേസിക് യൂണിറ്റ് ഈ സെൽ. അപ്പൊ സെല്ലിനെ കാത്തു സൂക്ഷിച്ചാൽ തന്നെ ബാക്കി എല്ലാം തന്നെ, അതായത് ടിഷ്യൂസും കേടാവാതെ നിൽക്കും, ഓർഗൻ കേടാവാതെ നിൽക്കും, ഓർഗൻ സിസ്റ്റം കേടാവാതെ നിൽക്കും. അപ്പോൾ വെരി പവർഫുൾ ആന്റി ഓക്സിഡന്റ്. ക്രോണിക് ഡിസീസ്, അതായത് ഒത്തിരി രോഗം വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, മഹാമാരി പല രോഗങ്ങളുള്ള അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് വല്ലാതെ ചെറുക്കും, വല്ലാതെ കുറയ്ക്കും. അതുപോലെ നല്ല ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇൻ ജനറൽ നമ്മളെ അത് സഹായിക്കും. ഏത് ആപ്പിൾ. അതുകൊണ്ടായിരിക്കും പണ്ട് സാഹിബ് പറഞ്ഞത്, ആപ്പിൾ എ ഡേ കീപ്സ് എ ഡോക്ടർ അവേ.
എല്ലാ ദിവസവും ഒരു ആപ്പിൾ കഴിച്ച് കഴിഞ്ഞാൽ ഡോക്ടറിന്റെ ആവശ്യം വരില്ല. പക്ഷേ അതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ആ ഒരു ആപ്പിൾ നമ്മൾ ഇതിൽ നമ്മുടെ ന്യൂട്രിചാർജ് ഗെയിനറിൽ ചേർത്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഈസ് പൈപ്പർ നൈഗ്രം. പൈപ്പർ നൈഗ്രം നമുക്ക് ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഏറ്റവും അധികം കിട്ടുക. കുരുമുളക്. കുരുമുളക് എന്താ ചെയ്യാൻ നമുക്കറിയാം. കുരുമുളക് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് പല ഗുണങ്ങളും തരുന്നുണ്ടെങ്കിലും അതിന്റെ കൂട്ടത്തില് സെലീനിയം എന്ന് പറയുന്ന ഒരു വണ്ടർ ന്യൂട്രിയൻ, ദെൻ ബീറ്റ കരോട്ടീൻ, ദെൻ വൈറ്റമിൻസ്, മിനറൽസ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തില് ആ ശരീരത്തിൽ അതിന്റെ കണ്ടന്റ് കാത്തു സൂക്ഷിക്കാൻ ഒത്തിരി സഹായിക്കും. അവൈലബിൾ ഓഫ് ദീസ് വൈറ്റമിൻസ്, ബീറ്റ കരോട്ടീൻ, സെലീനിയം, അതായത് വണ്ടർ ന്യൂട്രിയന്റ് ആയിട്ടുള്ളത്, മിനറൽസ് ആയിട്ടുള്ളത്, വൈറ്റമിൻസ്, ഇതിനൊക്കെ നമ്മുടെ ശരീരത്തില് ശരിയായ അളവിൽ കാത്തു സൂക്ഷിക്കാൻ ഈ നമ്മളെ ന്യൂട്രിചാർജ് ഗെയിനറിൽ ചേർത്തിങ്ങനെ പൈപ്പർ നൈഗ്രം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് കുരുമുളക് വലിയ ഗുണം ചെയ്യുന്ന സാധനങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഇതുണ്ടെങ്കിലും നമ്മൾ അതിനെ പറ്റിയിട്ട് എത്രമാത്രം ജാഗരൂകത അറിയില്ല. പക്ഷെ നമ്മളെ ഒത്തിരി ആൾക്കാർ അത് കഴിക്കാറുണ്ട്. ഒറ്റമുളകിനേക്കാളും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു മുളകാണിത്. ഒരു സ്പൈസസ് ആണിത്. ഈ സ്പൈസസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് പലവിധ വൈറൽ രോഗങ്ങളും നമുക്ക് വരാതിരിക്കുന്നത്. ഇന്നലെ ഞാൻ ബോംബെയിൽ വിളിച്ചപ്പോൾ അവൻ എന്നോട് വിളിച്ചതാണ്, കേരളം വളരെ സുഖമായിട്ട് ഉണ്ടായിരുന്നത് സാറേ, നിങ്ങൾക്കൊന്നും കൊറോണയുടെ അത്ര ബാധിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ അത്ര ബാധിച്ചിട്ടില്ലായിരുന്നു, ഇപ്പൊ ചെറുങ്ങനെ കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആയിട്ട് കൂടിയെന്നല്ല, അതെ വളരെ കൺട്രോൾഡാണ് ഇപ്പോഴും, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ സ്പൈസസ് ഉള്ളതാണ് ഏറ്റവും വലിയ ഗുണം എന്നാണ്. അപ്പൊ ദിസ് ഈസ് വൺ ഓഫ് ദ സ്പൈസസ് വിച്ച് റിയലി ഹെൽപ്സ് ഇൻ ദിസ്. പിന്നെ രണ്ടിനകത്തുള്ളതാണ് പൈപ്പർ ലോങ്ങം. തിപ്പല്ലിയാണ് ഇതിന് പറയുന്നത്. ഇത് വിശപ്പ് കൂട്ടുന്നു, അതേപോലെ നമ്മുടെ ആരോഗ്യം വളരെ കാത്തു സൂക്ഷിക്കുന്നു, നമ്മളെ യുവാവസ്ഥയിൽ കൂടുതൽ കാലം നിൽക്കാൻ പറ്റുന്നു, പ്രായവാധിക്യം നമുക്ക് തോന്നാറില്ല. അതാണ് തിപ്പല്ലി എന്ന് പറയുന്നത് ഈ പൈപ്പർ ലോങ്ങം. ദെൻ ജിഞ്ചീബർ ഒഫീഷ്യലി ഇഞ്ചിയാണ്. ഇത് വീണ്ടും നമ്മുടെ നാട്ടിൽ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫാന്റാസ്റ്റിക് ബൊട്ടാനിക്കൽ, ഇമ്പോർട്ടൻറ്റ് ഫോർ ഫിസിക്കൽ ഡെവലപ്മെന്റ്. ശരീരത്തിന്റെ ഫിസിക്കൽ ഡെവലപ്മെന്റിന് വളരെയധികം ഗുണമാണ്. ഈ ഇഞ്ചിയൊക്കെ ഇട്ട ചായ കുടിക്കാറുണ്ട് ആൾക്കാർ. നമ്മുടെ നാട്ടിൽ എത്ര ആൾ കുടിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇഞ്ചി അധികം കിട്ടാറില്ല. നമ്മൾ ഇവിടെ നിന്നൊക്കെ പോകുന്ന ഇഞ്ചിയാണ്. പക്ഷെ എന്നാൽ അവർ ഈ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ചായ കഴിക്കാറുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പഞ്ചസാര ഇട്ട് കൂടുതൽ കഴിക്കും. നമ്മൾ മാക്സിമം പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഇഞ്ചിയൊക്കെയുള്ള ചായ കുടിക്കുന്നത്, ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീ ഒക്കെ ആയി കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യുന്നതാണ്. പിന്നെ ഇഞ്ചി കൊണ്ട് വേറെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ വേരിയസ് ആയിട്ട് പല തരത്തിലുള്ള ശാരീരികമായ അസ്വസ്ഥങ്ങൾ, ശാരീരികമായിട്ടുള്ള പ്രോബ്ലംസുകൾ, അതേപോലെ നമ്മുടെ ശരീരത്തിലോട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് പറഞ്ഞത് ചായയുടെ കൂടെ ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഡൈജസ്റ്റീവ് എൻസൈംസിനെ, ഡൈജസ്റ്റീവ് സബ്സ്റ്റാൻസിനെ കൂട്ടും. അതുകൊണ്ട് ദഹന പ്രക്രിയ വളരെ ഗംഭീരമായിരിക്കും, നല്ലവണ്ണം ഡൈജഷൻ നടക്കും. ആ ഡൈജഷൻ നല്ലവണ്ണം നടക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വിശപ്പും കൂടും. അതുപോലെ കഴിച്ചിരിക്കുന്ന ന്യൂട്രിയൻസ് ശരീരത്തെ ശരിക്ക് അബ്സോർബ് ചെയ്യപ്പെടും. ഓക്കെ. പിന്നെ എലക്ട്രാ കാർഡിമോം എന്ന് പറയുന്ന സാധനം, അത് നമ്മൾ ഏലക്കായാണ്, നമുക്കറിയാം, നമ്മുടെ മലയാളത്തിൽ ഏലക്കായ എന്ന് പറയും. ഇതും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് എൻസൈംസിനെ കൂട്ടുന്നതാണ്, ഇൻക്രീസ് ദി അപ്പറ്റൈറ്റ് ആൻഡ് ക്യൂറിംഗ് സ്റ്റമക് പെയിൻ ആൻഡ് സ്റ്റമക് ഗ്യാസ്. കൂടുതൽ നമ്മൾ പറയാറുണ്ട് ഗ്യാസ് ആണ്, അത് കഴിച്ചാൽ ഗ്യാസ് ആണ്. ഒത്തിരി വയറുവേദനയുണ്ട്. ഈ വയറുവേദനയ്ക്കും വയറിൽ സംഭവിക്കുന്ന ഗ്യാസ് പ്രോബ്ലംസിനൊക്കെ ഇത് ഒത്തിരി ഗുണം ചെയ്യുമെന്നുള്ളതാണ്. പിന്നീടുള്ളത് ഇത് ചെയ്യുന്നത് ഇത് ഇറ്റ് ഈസ് റിച്ച് ഓഫ്, കാരണം ഈ ഒരു ഏലക്കായല് ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഫൈബറും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി കാണിക്കും. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് ആന്റി ഓക്സിഡന്റ് ആണ്. ഇറ്റ്സ് നോട്ട് ആൻ ആന്റി ഓക്സിഡന്റ്, ബട്ട് ഇറ്റ് ഗിവ്സ് ആൻ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി. അപ്പോൾ ആക്ച്വലി ഇത്രയും സാധനം ഇപ്പം തന്നെ നമ്മളിപ്പോൾ 4-5 ഇൻഗ്രീഡിയന്റ് ആയുള്ളൂ, അതിലൊക്കെ തന്നെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഈ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി നമ്മുടെ ശരീരത്തിലോട്ട് കൊടുക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏജിങ് പ്രോസസ് ഉണ്ടാവില്ല, സെൽ ഡാമേജസ് ഉണ്ടാവില്ല. ഇൻ ഫ്യൂച്ചർ മാരക രോഗങ്ങൾക്ക് പ്രതിവിധിയാണ് ഇത്. പല രോഗങ്ങൾ വരില്ല, കാരണം ഫ്രീ റാഡിക്കൽസ് റിലീസ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യും. അപ്പൊ ഫ്രീ റാഡിക്കൽസ് റിലീസ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ശരീരത്തിൽ. അപ്പൊ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. ഇറ്റ്സ് എ കമ്പൈൻഡ് പവർ എന്ന ഒരു വലിയൊരു പവർഫുൾ പവർ ബാങ്ക് ആണ് ഈ സാധനം ന്യൂട്രിചാർജ് ഗെയിനർ. പേര് അങ്ങനെയാണ്, ഗെയിനർ ആണ്. ആൻഡ് ക്യുമിനം സിമിനം, ഇതൊന്നുമല്ല, ജീരകമാണ്. ഈ ജീരകം ദഹന പ്രക്രിയ കൂട്ടുന്നതുകൊണ്ട് ഇച്ചിരി വിശപ്പ് കൂടും. അതുകൊണ്ടാണ് വല്ലാതെ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക്, തീരെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക്, ഭക്ഷണത്തിനോട് വിരക്തിയുള്ള ആൾക്കാർ, ഭക്ഷണത്തിൽ കണ്ടാൽ അയ്യോ അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ തോന്നുന്ന ആൾക്കാർക്ക് ഈ ഗുണങ്ങൾ അതൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ജീരകം അറിയുന്ന തന്നെയാണ് വയറുവേദന, അതേപോലെ വയർ അപ്സെറ്റ്, വയറിൽ ഗ്യാസ് ഫോർമേഷൻ, അതൊക്കെ ഇല്ലാതെയാക്കും. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാർ നിങ്ങൾക്ക് കാണാം ഭക്ഷണം കഴിച്ചതിന് ശേഷം ജീരകം കഴിക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് അതൊരു പ്രാക്ടീസ് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ പല സമയത്ത് കണ്ടിട്ട് ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞാലേ അവർ ജീരകം തരും, അതിന്റെ കൂടെ ഒരു വെള്ള സാധനം കൂടി തരും. നമ്മളൊക്കെ ജീരകത്തിനൊക്കെ മാറ്റി ആ വെള്ള മധുരമുള്ള സാധനം കഴിക്കും. അത് നല്ലോണം കാലറിയും കൂട്ടും. ഓൾറെഡി നല്ല കാലറി കൂട്ടി ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങി വരുന്നത്. ഇതും കൂടി കൂട്ടിയാൽ നല്ല കാലറി ഉണ്ടാവും. പിന്നെ കൂടുതൽ വണ്ടിയിൽ പോയി വീട്ടിൽ കിടന്ന് ഉറങ്ങും. കാലറി കൂടി 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 നല്ല ഫാറ്റ് ആവും. ബേൺ ചെയ്യുന്നില്ലല്ലോ നമ്മള്. സോ ദിസ് ഈസ് വാട്ട് ജീരകം കഴിക്കാൻ എന്നുള്ളതാണ്. പിന്നെയാണ് ആംബ്ലിക്ക ഒഫിഷ്യനാലിസ്. ഒന്നുമല്ല, നെല്ലിക്കയാണ്. നെല്ലിക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ബോട്ടണിക്കൽ ആൻഡ് ഇറ്റ്സ് മേക്കിംഗ് നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ ഉണ്ടാക്കാൻ വലിയധികം ഗുണം ചെയ്യുന്നതാണ്. അത് പ്രോട്ടീൻ കൊണ്ട് നല്ല സ്ട്രോങ് മസിൽസ് ഉണ്ടാവും, ബോഡി ലീൻ മാസ് കൂട്ടും, മസിൽ മാസ് കൂട്ടും, ഫാറ്റ് ഫ്രീ ആകും. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ
വളരെ നല്ലതാണ്. രാവിലെയും വൈകുന്നേരം ഓരോ നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ടവേദന ഇല്ലാതെയാന്നുള്ളതാണ്. അപ്പൊ ഈ തൊണ്ടയിലുള്ള കരകരപ്പ്, ഇറിറ്റേഷൻ, ഇറ്റ് മേ ലീഡ് ടു മെനി പ്രോബ്ലംസ്, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഏറ്റവും അധികം വരാനുള്ള സാധ്യത ഇവിടെ നിന്നാണ്, തൊണ്ടയിൽ നടത്തുന്നത്. അപ്പോൾ ഓരോ നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ രസം, നെല്ലിക്കയുടെ രസം ഇങ്ങനെ പിഴിഞ്ഞ് ശരീരത്തിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് വരുന്ന ഇൻഫെക്ഷൻസിനൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ അതാണ് നമ്മളെ നെല്ലിക്കേന്റെ ഗുണം. പിന്നെയാണ് ട്രിബുലസ് ടെറസ്ട്രിസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പറയാനുള്ളത്, നമ്മളെ ന്യൂട്രിചാർജ് ഗെയിനറിൽ 10-17 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിലും പവർഫുൾ ആയിട്ടുള്ള 3-4 ഇൻഗ്രീഡിയന്റ് ആണ് ഇതിനെ ഏറ്റവും അപ്പാർട്ട് ആക്കുന്നത്, മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഈ ട്രിബുലസ് ടെറസ്ട്രിസ് എന്ന് പറയുന്ന ഞെരിഞ്ഞിൽ എന്ന് പറയുന്ന, മലയാളത്തിൽ ഞെരിഞ്ഞിൽ എന്നാണ് അങ്ങനെ പറയാ, അതാണ്. അതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എനർജി ലെവൽ ഒത്തിരി അങ്ങ് കൂട്ടും, മസിൽ സ്ട്രെങ്ത് വല്ലാതെ അങ്ങ് കൂട്ടും, അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങൾ പെർഫെക്റ്റ് ആക്കിയിട്ട് നടക്കും. അപ്പൊ നോക്കിയേ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ വല്ലാതെ ക്ഷീണം ഭവിക്കുന്ന ആൾക്കാർക്ക്, ശരീരം കൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ വല്ലാതെ മോശമായിരിക്കുന്ന ആൾക്കാർക്ക് ഈ ട്രിബുലസ് ടെറസ്ട്രിസ് ഈ ഗെയിനറിലെ കൂടി കഴിഞ്ഞാൽ നല്ല പവർഫുൾ ശരീരമായി മാറുമെന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, പിന്നെയുള്ള വിറ്റിസ് വിനിഫെറ എന്നാണ്. വിറ്റിസ് വിനിഫെറ ഇസ് നത്തിങ് ബട്ട് വെരി സിമ്പിൾ ആയിട്ട് നമ്മൾ പറയാനെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് കൂടുതൽ ഉള്ളത് കൊണ്ട് നമ്മൾ സാധാരണ കൂടി PVMF കൂടി കഴിച്ചിട്ട് ഇതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അധികം ഗുണങ്ങൾ ചെയ്യുന്നതാണ്. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ പറയുന്നത് ദ്രക്ഷ എന്ന് പറയും, പക്ഷെ നമ്മളെ നാട്ടില് എനിക്കൊന്ന് ചുവന്ന ഉണക്ക മുന്തിരിങ്ങയാണ് സാധനം. കിഷ്മിഷ് എന്നാണെന്ന് തോന്നുന്നു അതിനെ ഒരു വാക്കിൽ പറയാം. ഹ്യൂജ് എമൗണ്ട് ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉള്ളതാണ്. ഓക്കെ, അതാണ് വിറ്റിസ് വിനിഫെറ. ഇത് ബ്ലഡ് ടോണിക് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പവർഫുൾ ബ്ലഡ് ടോണിക്. അപ്പൊ കിഷ്മിഷ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നമ്മൾ അധികം ഞാൻ കിഷ്മിഷൊക്കെ കാണുന്നത് ഈ ഉണക്ക മുന്തിരിയൊക്കെ നമ്മൾ പായസത്തിലൊക്കെ ഇടുന്ന കാണാം. പക്ഷെ പായസത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ കൂടെ നല്ല പഞ്ചസാരയും നല്ല ഏതൊക്കെയോ പാലും എല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. അതിൻ്റെ അകത്താണ് ഇത് ഇടുന്നത്. അപ്പൊ ഇത് അതിന്റെ ഗുണം എത്രമാത്രം നമുക്ക് ചെയ്യുന്നറിയില്ല. പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണ് ചെയ്യും, സ്റ്റമക് ഡിസോർഡേഴ്സും ഫിസിക്കൽ ഡെബിലിറ്റി ഒക്കെ മാറ്റും. അപ്പോൾ നമ്മൾ അധികം പഞ്ചസാര കഴിച്ച പായസമൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇതകത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ സ്റ്റമക് ഡിസോർഡേഴ്സ് ഒക്കെ ഇത് കാത്തു സൂക്ഷിക്കും. അപ്പൊ നമുക്ക് വലിയ പ്രശ്നവും വരികയില്ല. അപ്പോൾ ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ആക്ച്വലി. നെക്സ്റ്റ് ഈസ് വാട്ട് ഇറ്റ് ഡു. ഈറ്റിംഗ് ഇറ്റ് ഡെയിലി ക്യാൻ ഹെൽപ്പ് ഹീൽ എൻലാർജ് ലിവർ ആൻഡ് സ്പ്ലീൻ. നമ്മുടെ ശരീരത്തില് ലിവർ എൻലാർജ്മെന്റ്, അതായത് കരൾ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ട്, അതായത് സ്പ്ലീൻ എന്ന് പറഞ്ഞ പ്ലീഹ, ഇത് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ഈ റെഡ് ഗ്രേപ്പ്, ഡ്രൈ ഗ്രേപ്പ്, കിഷ്മിഷ് എന്ന് പറഞ്ഞ സാധനം ഗുണം ചെയ്യുന്നത്. അത് നമ്മളെല്ലാം ചേർത്തിട്ടുണ്ട്. റെസിമോസിസ്, ഇത് പേര് അതിഭീകരമാണെങ്കിലും ഇതിന്റെ മലയാളീകരിച്ച് നമ്മൾ പറഞ്ഞാൽ ശതാവരി എന്ന് പറയും. ഫിസിക്കൽ സ്ട്രെങ്ത്തിന് ഇതിനേക്കാളും ഉത്തമമായിട്ടുള്ള വേറൊന്നുമില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാൻ പാടുന്ന എനിക്കറിയില്ല. നമ്മളെ ഇപ്പൊ ഞങ്ങളൊക്കെ വലിയ ചില സമയത്തൊക്കെ ഒത്തിരി ലോങ് സെഷൻസ് ഒക്കെ എടുക്കേണ്ടി വരുന്നു. 3, 4, 5 മണിക്കൂർ നിന്ന് നമുക്ക് സെഷൻസ് എടുക്കേണ്ടി വരുന്ന സമയത്ത് ഞങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഗെയിനർ ഒരു സ്പൂൺ എടുത്തിട്ട് അങ്ങനെ തന്നെ ഡ്രൈ ആയിട്ട് വാരിട്ടിട്ട് അങ്ങനെ ചതച്ചങ്ങിറക്കിയേക്കും. എന്നിട്ടാണ് ക്ലാസ്സിലേക്ക് വരിക. അപ്പം നമുക്ക് ഒരു ആ പ്രോഗ്രാം ഒക്കെ തുടങ്ങി കുറേ കഴിയുമ്പോൾ നല്ല എനർജി ലെവൽ കിട്ടും. അപ്പം നമുക്ക് ക്ഷീണമൊന്നും ശ്രദ്ധിക്കാറില്ല. യു ക്യാൻ കണ്ടിന്യൂ ഫോർ വെരി ലോങ് ടൈം. പിന്നെ അതിന്റെ കൂടെ ഒരു എനർജി ഡ്രിങ്കും കൂടി കഴിച്ചു കഴിഞ്ഞാൽ യു വിൽ നോട്ട് ബി ടയർഡ് അറ്റ് ഓൾ. അപ്പൊ നമുക്ക് ഒരിക്കലും ക്ഷീണം ഉണ്ടാവില്ല, നമുക്ക് ഒരിക്കലും വിശപ്പുണ്ടാവില്ല. നമുക്ക് വളരെ ഇൻട്രസ്റ്റോടെ, വളരെ ആവേശത്തോടെ ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഞങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന്റെ അകത്ത് ഈ എസ്പ്രൈസ് റെസിമോസിസ് പറഞ്ഞ ഫിസിക്കൽ സ്ട്രെങ്ത്തിന് വളരെ ശതാവരി. ഇറ്റ് ഇംപ്രൂവ് എഫക്ട് ഓഫ് ഏജിങ്, പ്രായം തോന്നിക്കത്തില്ല. അത് മെന്റൽ പെർഫോമൻസിനും രോഗപ്രതിരോധ ശക്തിക്കും വളരെയധികം തന്നെയാണ്. പിന്നെ ഇതിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശതാവരി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നുണ്ട്. ഇതിന്റെ ശതാവരി പേര് വന്നതെന്ന് പറഞ്ഞാൽ ഒരു ലേഡി ഹു ഹാസ് ഗോട്ട് 100 ഹസ്ബൻഡ്സ്, ഒരു സ്ത്രീക്ക് 1000 പുരുഷന്മാർ എന്നുള്ളതാണ്, 1000 ഹസ്ബൻഡ്സ് ഉള്ളത്. അപ്പോൾ ആ ലേഡിയുടെ ഫിസിക്കൽ എൻഡ്യൂറൻസ് എന്തായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. That is what Asperger's Resmore do. Then Prunus amygdalis, ഇത് കേട്ട് കഴിഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ഒരു പേരാണെങ്കിലും ഇതൊന്നുമല്ല. ഇത് വെരി വെരി സിമ്പിൾ. ഇറ്റ് ഈസ് ബദാം. ബദാം അഗൈൻ ഇസ് എ വെരി ഗുഡ് സോഴ്സ് ഓഫ് ആന്റി ഓക്സിഡന്റ്, വെരി പവർഫുൾ ന്യൂട്രിയന്റ് ആണ്. നമ്മൾ പ്രോട്ടീൻ ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് PVMF, ഇറ്റ് കണ്ടെയ്ൻസ് പ്രോട്ടീൻ, ഇറ്റ് കണ്ടെയ്ൻസ് ഫാറ്റ്സ്, ഇറ്റ് കണ്ടെയ്ൻസ് മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം ചേർത്താണ്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ആ ഡൈജസ്റ്റീവ് നമ്മുടെ ഗട്ട് വളരെ പ്യോർ അല്ലെങ്കിൽ നമ്മൾ ഈ ഇത് സൈഡായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഗുണമൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഇത് സയന്റിഫിക്കലി നമ്മൾ ഇതിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സോ യു വാട്ട് എവർ യു ഡു, ഇത് ശരിക്കും ഡൈജസ്റ്റ് ചെയ്യും, ശരിക്കും ഡൈജസ്റ്റ് ചെയ്താൽ ശരിക്കും അബ്സോർബ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കൊണ്ട് കഴിഞ്ഞാൽ വാട്ട് എവർ യു ടേക്ക് ആസ് എ സപ്ലിമെന്റ് ആൻഡ് ഓൾ, നമ്മുടെ ശരീരത്തിലെ ആ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ ക്ലീൻ ആവണം. എന്നാൽ മാത്രമേ ശരിയായിട്ട് പെട്ടെന്ന് ഡൈജഷൻ നടക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ ശരിയായ ഡൈജഷൻ നടന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യപ്പെടുത്തുള്ളൂ.
അതാണ് ഇപ്പൊ നിങ്ങൾക്കാണ് ഓരോ പ്രൊഡക്റ്റിനെ പറ്റി, ഈ പ്രൊഡക്റ്റിലെ ഈ ന്യൂട്രീഷൻ ഗെയിനിലെ ഓരോ ഇൻഗ്രീഡിയൻസ് പറ്റി പറയുമ്പോൾ അത് എത്രമാത്രം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ്, ശരീരത്തിൽ എന്തൊക്കെ ഗുണങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് വേറെ എന്താ ചെയ്യുന്നത്, ബദാം നമ്മൾ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റിന് ഒത്തിരി ഗുണം ചെയ്യുന്നില്ല. ഒത്തിരി ആൾക്കാർ കാരണം ഇങ്ങനെ ബദാം കഴിച്ചുകൊണ്ടേയിരിക്കും. അത് നല്ല തന്നെയാണ്, പക്ഷെ അതിന്റെ കൂടെ നമ്മുടെ ശരീരത്തിന്റെ ആ ഡൈജസ്റ്റീവ് പാത്ത് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് കഴിച്ചാലേ ഗുണമുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ പിന്നെ ഒരു ദോഷം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ PVF കഴിക്കുന്നു, പിന്നെ നമ്മൾ എണ്ണ കുടിക്കുന്നു, പിന്നെ നമ്മൾ കെച്ചോമ കഴിക്കുന്നു. പിന്നെ വല്ലാതെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ഇല്ലാത്ത ആൾ, വീക്കുള്ളവർ നമ്മൾ ഗെയിനർ കൂടി കഴിയുന്നു. അതെങ്ങനെയൊക്കെ വേണമെന്ന് നമ്മൾ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ അറിയും. പിന്നെ മെന്റൽ സ്ട്രെങ്തിനും മസിൽ സ്ട്രെങ്തിനും അത് കുറെ കാലം വരെ കാത്തു സൂക്ഷിക്കാനും ഈ ബദാം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. പിന്നെ ഫിനിക്സ് സിൽവെസ്ട്രിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, നമ്മുടെ കാരക്കയാണ്, ഡേറ്റ് പാം എന്ന് പറയുന്ന സാധനം. ഇറ്റ്സ് ഹൈലി ന്യൂട്രീഷണൽ ടോണിക്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ന്യൂട്രീഷണൽ ടോണിക് ആണ്. ഇത് ബോഡി സ്ട്രെങ്തിങ്ങിനും അത് മാത്രമല്ല ശരീരത്തിൽ അയണിന്റെ കാപ്പാസിറ്റി, അയണിന്റെ മാത്ര ഒത്തിരി അധികം കൂട്ടാൻ ഉപയോഗിക്കും. അയൺ കുറവുള്ള ആൾക്കാർക്ക് ഇത് കൊടുത്താൽ മതി, നല്ലവണ്ണം അയണിന്റെ എമൗണ്ട് ശരീരത്തിൽ കൂടുന്നതാണ്. അപ്പൊ ഇത് കഴിക്കുമ്പോൾ അഗെയിൻ വൺ ഫാക്ടർ ഇസ് ഇഫ്, അതായത് ഇത് നല്ലോണം കഴിച്ചു കഴിഞ്ഞാലും ഇത് ശരീരത്തിൽ പോയി ഡൈജസ്റ്റ് ആയി അബ്സോർബ് ചെയ്യപ്പെടണം. അപ്പോൾ ഡൈജസ്റ്റ് സിസ്റ്റം ഇസ് അഗെയിൻ എ പ്രോബ്ലം. അതുകൊണ്ടാണ് നമ്മൾ സപ്ലിമെന്റ് ഒക്കെ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ. പക്ഷെ അയൺ, ഹൈ എമൗണ്ടിൽ അയൺ കിട്ടിക്കഴിഞ്ഞാൽ അയണിന്റെ ബെനിഫിറ്റ്സ് എന്താ നമുക്ക് ഈ ചിത്രത്തിൽ പെട്ടെന്ന് നോക്കാം. ഒന്ന്, നമ്മളുടെ ശരീരത്തില് നമ്മൾ അനിമിക്, അതായത് രക്തക്കുറവ് കൊണ്ട് വരുന്ന പല പ്രശ്നങ്ങളും അതില്ലാതെയാക്കും. രക്തത്തിന്റെ അളവ് ഇല്ല, രക്തം വളരെ കുറവാണ് ശരീരത്തിൽ. അയൺ വന്നു കഴിഞ്ഞാൽ രക്തത്തിന്റെ അളവ് കൂടും. അതേപോലെ തന്നെ ഹീമോഗ്ലോബിന്റെ ലെവലും കൂടും. അതുകൊണ്ട് എന്തുണ്ടാവും, നമ്മുടെ ശരീരത്തിലെ ക്ഷീണം ഇല്ലാതെയാക്കും. മൂന്നാമത്തത്, ഇറ്റ് ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി കൂട്ടും. ഇംപ്രൂവ്സ് നമ്മുടെ മെന്റൽ കോൺസെൻട്രേഷൻ, അത് വല്ലാതെ കൂട്ടും. അതുപോലെ ഇതൊക്കെ ആവുന്നതുകൊണ്ടും നമ്മൾ ഉറങ്ങാൻ പോയിക്കാൻ നല്ല ഉറക്കം കിട്ടും. ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കാൻ അറിയോ, സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളിപ്പോ ഇങ്ങനെ ക്ലാസ്സിലിരിക്കുക അല്ലെങ്കിൽ ക്ലാസ്സിൽ പോവുക, ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നത് അത് നമുക്ക് വല്ലാതെ ക്ഷീണവും ഉറക്കമൊക്കെ സംഭവിക്കും. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ ബെഡിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള. അപ്പൊ ദിസ് ഈസ് എ ബിഗ് പ്രോബ്ലം വി ആർ ഫേസിങ്. അപ്പൊ ഇങ്ങനെ അയൺ യഥാർത്ഥ അളവിൽ നമ്മുടെ ശരീരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നമ്മൾ നിറവേറ്റുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നു, ഇവിടെ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടുന്നു, ഇവിടെ നമുക്ക് ഹീമോഗ്ലോബിൻ കിട്ടുന്നു, രക്തം കിട്ടുന്നു, നമുക്ക് ക്ഷീണമില്ലാതെയാവുന്നു, അതുപോലെ നല്ല ഉറക്കവും കിട്ടുന്നു. വാട്ട് എവർ സെൻഡ്, നല്ല ഒരു ഉറക്കം അത്യാവശ്യം തന്നെയാണ് നല്ലൊരു ആരോഗ്യത്തിന്. മിനിമം 6 മണിക്കൂറെങ്കിലും നല്ല ഉറക്കം കിട്ടണം എന്നാണ് പറയുക. അതുകൊണ്ടാണ് ഞാൻ കോളേജിലും സ്കൂളൊക്കെ ക്ലാസ് എടുക്കുന്ന നേരത്തെ ഞാൻ പ്രത്യേകിച്ച് പറയാറുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ പേരൻസിന് ക്ലാസ് എടുക്കുന്നത് പറയാറുണ്ട്, എത്ര വലിയ പരീക്ഷയ്ക്ക് പഠിക്കുന്നവനും എത്ര വലിയ ലെവലിൽ പഠിക്കുന്നവനുണ്ടെങ്കിൽ ആ കൊച്ചിന് 6 മണിക്കൂർ ഉറങ്ങാൻ നിങ്ങൾ എന്തായാലും സൗകര്യം ഒരുക്കി കൊടുക്കണം. ഓക്കെ. നൗ ഈ ഫിനിക്സ് സിൽവെസ്ട്രിസ്, അതായത് ശരിയായ അളവിൽ നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാരക്ക കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഫീവർ, അതായത് പനി, അങ്ങനത്തത്, പിന്നെ അസുഖങ്ങൾ, അത് ശരീരത്തിൽ കണ്ടുകൊണ്ട് വരുന്ന ചില ഇഞ്ചുറീസ്, ഇന്റേണൽ ഇഞ്ചുറീസ്, അതൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതാണ്. വളരെ മഹത്തായിട്ടുള്ള ഒരു ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഒരു ഡ്രൈ നട്ട്സോ എന്ത് വേണമെങ്കിൽ പറയാം. വിഥേനിയ സോംനിഫെറ ഈസ് നത്തിങ് ബട്ട് നമ്മൾ കണ്ടതാണ് വാട്ട് ആക്ച്വലി ഡു. ഇത് ഇറ്റ് ആക്ച്വലി ഡസ് ഓൺലി വൺ തിങ്, ഇറ്റ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് വല്ലാതെ കൂട്ടും, റിലീവ് സ്ട്രെസ്, നമുക്ക് വല്ലാതെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുറയ്ക്കും, ആൻഡ് കീപ് യു യങ് ആൻഡ് ഹെൽത്തി. ഇത് അശ്വഗന്ധ എന്നാണ് ഇതിന്റെ പേര്. അശ്വഗന്ധ എന്നാണ് ഇതിന്റെ മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, അശ്വഗന്ധയാണ് വിഥേനിയ സോംനിഫെറ. അപ്പോൾ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് വല്ലാതെ കൂട്ടുന്നു, നിങ്ങൾ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ വല്ലാതെ കുറയ്ക്കും. ഓക്കെ, ഒരുപക്ഷെ ഈ ടെൻഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിന്റെ പല അവയവങ്ങളും ഒരുമിച്ചിട്ട് സ്ട്രെസ് അനുഭവപ്പെടും. അപ്പോൾ ഫ്രീ റാഡിക്കൽസ് ഒത്തിരി വരുന്നതാണ്. ഈ ഫ്രീ റാഡിക്കൽസ് ഒത്തിരി വരുമ്പോഴേക്കും ഓക്സിഡേറ്റീവ് സ്ട്രെസ് വരും. അപ്പോഴേക്കും നമ്മളൊക്കെ ശരീരത്തില്, നമ്മളുടെ ഓർഗൻസില്, നമ്മളുടെ സെൽസില്, നമ്മുടെ ആരോഗ്യത്തിലൊക്കെ അത് ശരിക്കും റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അതില്ലാതെയാകണം. സോ ഇറ്റ് ഡസ് ദാറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് അവസാനം പറഞ്ഞിരിക്കുന്നത് കീപ് യു യങ്. അപ്പൊ നമുക്ക് പ്രായം തോന്നിക്കത്തേയില്ല എന്നുള്ളതാണ്. ഓക്കെ, മൂസ പെരാഡിസിയാക്ക എന്നൊക്കെ പേര് ഒത്തിരി വളഞ്ഞു തിരിഞ്ഞാണെങ്കിൽ ഒന്നും അല്ലാതെ പഴമാണ്, ശരിയായ ബനാന. ഓക്കെ, പ്രൊവൈഡ്സ് ഫൈബർ. ഇൻ എഡിഷൻ ടു ദാറ്റ് വാട്ട് ആക്ച്വലി ടു ഷുഗർ തരും. പക്ഷേ ഇറ്റ്സ് നോട്ട് ഷുഗർ, നമ്മൾ സാധാരണ പറയുന്ന പഞ്ചസാരയല്ല. ഫ്രൂട്ട്സ് എന്ന് കിട്ടുന്ന നാച്ചുറൽ ഷുഗർ ആണ്. അതിൻ്റെ സൂക്രോസ്, ഫ്രക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഇറ്റ് ബൂസ്റ്റ് എനർജി. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ എനർജി കൂട്ടും. എനർജി കൂട്ടുന്ന എങ്ങനെ, പതിയല്ല കൂട്ടുക, ഇമ്മീഡിയറ്റ് ആയിട്ട് എനർജി കിട്ടുകയും ചെയ്യും. അത് കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തരികയും ചെയ്യും. അതാണ് ഇതിന്റെ വേറൊരു ഗുണം. അതുകൊണ്ട് ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ എത്ര ആൾക്കാർ ഇത് കഴിക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ പല ആൾക്കാരും പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഷുഗർ എന്ന് കാണുമ്പോഴാണ്, ബട്ട് ഇറ്റ്സ് എ നാച്ചുറൽ ഷുഗർ, ഇറ്റ്സ് നോട്ട് ദി അതർ ആർട്ടിഫിഷ്യൽ ഷുഗർ. നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പഞ്ചസാര അല്ല ഇതിൽ ചേർത്തിരിക്കുന്നത്, കെമിക്കൽ കൊണ്ട് ഉണ്ടാക്കിയൊന്നുമല്ല. ഇറ്റ്സ് എ ഫൈറ്റോ കെമിക്കൽ.
അതായത് ചെടിയിലുള്ള കെമിക്കലാണ് ഇത്. അപ്പൊ അതിൽ നിന്നുള്ള ഷുഗറാണ് സുക്രോസ്, ഫ്രക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്, ആൻഡ് ഇസ് വെരി ബെനിഫിഷ്യൽ, അബ്സല്യൂട്ട് ബെനിഫിഷ്യൽ. അപ്പൊ നമ്മൾ ഒരു നേന്ത്രക്കായ എല്ലാം കഴിക്കുന്നത് വലിയ മോശം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ഇത് കാൽഷ്യം, നൈട്രജൻ, ഫോസ്ഫറസിന്റെ ലെവലൊക്കെ വളരെയധികം മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് നമ്മളെ ബോഡി ബിൽഡിംഗ് ടിഷ്യൂസിനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് എത്രമാത്രം ഗുണം ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് നമ്മളെ ഗെയിനർ എന്നുള്ളതാണ്. ഇനി ഈ പറഞ്ഞ എല്ലാവിധ ഇൻഗ്രീഡിയൻസും ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ, എന്നിട്ട് അതിന്റെ ശരിയായ ബെനിഫിറ്റ്സ്, ഇതൊക്കെ ബോട്ടണിക്കൽസ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ ബോട്ടണിക്കൽസ് ആണ്. ഇതൊക്കെ ശരിയായ രൂപത്തിൽ പ്രവർത്തിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ കിട്ടണമെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു എഞ്ചിൻ എന്ന് പറയുന്ന സാധനമാണ് ഘീ, നെയ്. ഈ നെയ് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ ചേർത്തിരിക്കുന്ന ന്യൂട്രിചാർജ് ഗെയിനർ ചെയ്തിരിക്കുന്ന ശുദ്ധമായ പശു നെയ്യാണ്. സോ ഈ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഒത്തിരി കൂട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് നല്ല ഫാറ്റാണ് ഇത്. ഓക്കെ, അപ്പൊ നല്ല ഫാറ്റും കൂടിയാണ്. അപ്പൊ നല്ല ഫാറ്റ് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ ചില സമയം നിങ്ങൾ സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചില സമയത്ത് ചില ആളൊക്കെയാണ് നമ്മൾ പറയാറുണ്ട് പുരുഷന്മാർക്ക് 20 മിനിമം ഫാറ്റ്, സ്ത്രീകൾക്ക് 26 താഴെ. പക്ഷെ ചില ആൾക്കാർ നമ്മൾ സ്കാൻ ചെയ്ത് തന്നാൽ 10 കാണും ഫാറ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ബെസ്റ്റ് ബോഡി ആയിരിക്കും, 10 ഫാറ്റല്ലേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് അങ്ങനെ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എന്താ പറയുക, ഫാറ്റ് ശരീരത്തിൽ ആവശ്യമുണ്ട്. നമുക്ക് എസെൻഷ്യൽ ഫാറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ആ ഫാറ്റ് കൂട്ടണമെങ്കിൽ അങ്ങനത്തെ ആളെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഗെയിനർ കൊടുക്കുന്നതിന്റെ കൂടെ നമുക്ക് ഈ പശു നെയ്യ് കഴിക്കാൻ പറയണം. ശുദ്ധമായ പശു നെയ്യ് കേട്ടോ. അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് അവിടെ നിന്നൊക്കെ കിട്ടിയ ഘീ എന്ന് പറഞ്ഞ് എഴുതിയ സാധനമൊക്കെ ഘീ ആണെന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്നാലും ശുദ്ധമായ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ കഴിക്കുന്ന ഈ ഒരു നെയ്യ് നല്ലതാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ എസെൻഷ്യൽ ഫാറ്റായി വരും. അത് നിങ്ങളുടെ ഫാറ്റിന്റെ അളവ് കൂട്ടും, നല്ല ഫാറ്റിന്റെ. ഓക്കെ, പിന്നെ അതേപോലെ പല തെറാപ്പറ്റിക് പ്രോപ്പർട്ടീസ്, അതായത് പല ന്യൂട്രിയൻസിന്റെ അളവ് കൂട്ടിയിട്ട് ശരീരത്തിന് ആവശ്യമുള്ള ലെവലിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഇത് വലിച്ചു കൊണ്ടുപോയിട്ട് ബോഡിയുടെ ഇന്നർ ലെയർ ഓഫ് ടിഷ്യൂസിന് ഇത് കൊടുക്കും. അവിടെ എത്തിപ്പെടാൻ വലിയ പാടായിരിക്കും. അപ്പം നിങ്ങൾ ശരിയായ അളവിൽ വെള്ളവും കുടിക്കുന്നു, ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ അതാണ് എല്ലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ന്യൂട്രിയൻസ് സപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് വെള്ളം നല്ലോണം കുടിക്കണം. അതുപോലെ തന്നെയാണ് ഈ സാധനം. ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് ഇന്നർ ലെവലിൽ എത്താൻ പറ്റാത്ത സ്ഥലത്തേക്ക് ശരിയായ ഒരു എഞ്ചിനായി മാറിയിട്ട് ഇത് ന്യൂട്രിയൻസ് അവിടെ എത്തിക്കുന്നതാണ്. ഇതിൽ തേൻ ചേർത്തിട്ടുണ്ട്, ശുദ്ധമായ തേൻ. തേനിനെ പറ്റി പറയുന്നതിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ചേർത്തതാണ്, ആൻഡ് ഇറ്റ്സ് ആൻ ആന്റി ഓക്സിഡന്റ്. അപ്പോൾ ആന്റി ഓക്സിഡന്റ് ഇപ്പൊ എല്ലാവരും പറയുന്ന കാര്യമാണ്. അപ്പോൾ തേനും നല്ല ഗുണം ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. എന്താ ചെയ്യുക, ഇറ്റ് സ്ട്രെങ്തൻസ് ദ ബോഡി, എനർജി കൂട്ടുന്നു. അതുപോലെ കാർബോഹൈഡ്രേറ്റ്സിന്റെ ലെവൽ കൃത്യമായ അളവിൽ എത്തിക്കുന്നു. അതുകൊണ്ടാണ് ഈ കാർബോഹൈഡ്രേറ്റ്സ് ലെവൽ കൃത്യമായി നല്ല എനർജി കിട്ടുന്നു. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും ശരീരം കൊണ്ട് കൂടുതൽ പ്രവർത്തനം ചെയ്യാനും നമ്മളെ സഹായിക്കും. അതാണ് ഇങ്ങനത്തെ ഒരു ശരീരം. ചിത്രത്തിൽ കാണാം, നമ്മൾ ഇങ്ങനെ ഒരു ശരീരമുള്ള ആളാണെങ്കിൽ കാണാൻ വലിയ മോശമില്ല, പക്ഷെ ആ എനർജി ലെവലേ ഇല്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ ആ ബാക്കിൽ കാണുന്ന ഷേഡോ പോലെ ആവാൻ പറ്റുന്നതാണ്. ഓക്കെ, ഹണി വാട്ടർ, അതിൽ നാച്ചുറൽ ഷുഗർ ആയിട്ടുള്ള ഫ്രക്ടോസ് ചേർത്തിട്ടുണ്ട് അതിനകത്ത്. ഫ്രക്ടോസ് അബ്സോർബ് സ്ലോലി ആൻഡ് പ്രൊവൈഡ്സ് കോൺസ്റ്റന്റ് എനർജി ടു ദ ബോഡി. അപ്പോൾ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് എനർജി തന്നുകൊണ്ടേയിരിക്കും. ആൻഡ് അതിൻ്റെ അകത്തുള്ള ഗ്ലൂക്കോസ് പെട്ടെന്ന് അബ്സോർബ് ആകുന്നത് കൊണ്ട് ഇൻസ്റ്റന്റ് എനർജി കിട്ടും. അതാസ് വാട്ട് ആക്ച്വലി ഡു. ഓക്കെ, ഇതാണ് ന്യൂട്രിചാർജ് ഗെയിനർ ആസ് സച്ച്. ഇനി ഈ ഗെയിനറിന്റെ കുറച്ച് സൈലന്റ് ഫീച്ചേഴ്സ് പറയാം. ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിനെ പറ്റിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി ഈ ന്യൂട്രിചാർജ് ഗെയിനറെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്, പക്ഷെ നമുക്ക് ഇത്രയും സമയമൊന്നും കിട്ടില്ല ഇത്രയും കാര്യം പറയാം. പക്ഷെ അതിൽ ഇൻഗ്രീഡിയൻസ് സൈലന്റ് ഫീച്ചേഴ്സ് ഗെയിനറിനെ പറ്റി ഒരാളോട് പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പറയണം, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾ ഇതിൽ ഇത്ര ഇൻഗ്രീഡിയൻസ്. ചില ആൾക്കാർ 17 ഏതൊക്കെ 17 ബൈ ചാൻസ് ചോദിച്ചാൽ ഒന്ന് മനസ്സിലാക്കാൻ എത്രയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അതങ്ങനെ ഇല്ല. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. 17 തരം ബോട്ടണിക്കൽസ് നാച്ചുറൽ ന്യൂട്രിയൻസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. സോ ഇറ്റ് ഗിവ്സ് യു എ ബെനിഫിഷ്യൽ ഹെർബൽ സപ്ലിമെന്റ്. പ്യുവർ ഒരു തരത്തിലുള്ള കെമിക്കൽ ഇതിലില്ല. ആൻഡ് ഓക്കെ, അതേപോലെ തന്നെ ആ ബോട്ടണിക്കൽസ് ഒക്കെ ശരിയായ രൂപത്തിൽ പ്രവർത്തിച്ച് നമ്മുടെ ശരീരത്തിൽ ആ ഉദ്ദേശത്തോടെ കിട്ടേണ്ട എനർജി വേണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ശുദ്ധമായ പശു നെയ്യും തേനും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ശരിയായ പവർ എന്താണോ ആക്ച്വൽ നമ്മളെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വെയിറ്റ് BMI ലെവൽ പെർഫെക്റ്റ് ആ 20 and 25 നടുവിൽ എത്തിക്കാൻ ഗെയിനർ ഒത്തിരി സഹായിക്കുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ വി ഹാവ് കം ഔട്ട് വിത്ത് എ പ്രോഡക്റ്റ്. അതിലാണ് യൂറോപ്പിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന പൈൻ വൃക്ഷത്തിന്റെ ഇൻഗ്രീഡിയന്റ് ചേർത്തിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പൈനസ് മെരിച്ചിമാണ് പറഞ്ഞത്. ആ പൈൻ നമ്മൾ കൊണ്ടുപോകുന്നത് യൂറോപ്പിൽ നിന്നാണ്. ശുദ്ധമായ പശു നെയ്യാണ്. ഇതൊക്കെ സാലഡ് ഫീച്ചർ, ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള സാധനങ്ങൾ. ഇപ്പൊ ഗെയിനർ പറയുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെയാണ് ഇതിനെ പറ്റി പറയേണ്ടത്. ഇതിൽ ഇതൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ. ശുദ്ധമായ സഫീഷ്യന്റ് എമൗണ്ട്
ഇപ്പൊ തേൻ നമ്മളെ വീട്ടിൽ ഒരു കുപ്പി നിറച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് എത്ര കഴിക്കണം, എത്ര അളവിൽ കഴിക്കണം, അത് നമുക്കറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇതിൽ സഫീഷ്യന്റ് എമൗണ്ട് എത്രയാണോ വേണ്ടത് അത്രയും ചേർത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ. പിന്നെ ഇമ്പോർട്ടന്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ഒത്തിരി 17 ഇൻഗ്രീഡിയന്റ് ഉണ്ടെങ്കിലും ഈ 4 എണ്ണമാണ് പവർഫുൾ ബോട്ടണിക്കൽസ് ആയിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. പൈൻ ബാർക്ക് എക്സ്ട്രാക്ട് നേരത്തെ പറഞ്ഞ പോലെ, വിഥനിയ സോംനിഫെറ നേരത്തെ നമ്മൾ ഓർഡറിനെ പറ്റി പറഞ്ഞതാണ്. ഓക്കെ, അതാണ് അശ്വഗന്ധ. പിന്നെ ട്രിബുലസ് ടെറസ്ട്രിസ് നേരത്തെ പറഞ്ഞ ഞെരിഞ്ഞിൽ. പിന്നെ ആസ്പരാഗസ് റെസിമോസസ്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ശതാവരി. ഈ 4 ഈ പവർഫുൾ ഇൻഗ്രീഡിയന്റ് ആണ് ന്യൂട്രിചാർജ് ഗെയിനറിനെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. Now it is available in delicious chocolate taste. Okay, ന്യൂട്രിചാർജ് ഗെയിനർ സിമ്പിൾ ഗെയിനർ ആയിട്ട് സാധാരണ രൂപത്തിൽ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഗെയിനറിന്റെ കൂടെ ന്യൂട്രിചാർജ് പ്രോഡക്റ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിനിക്കലി പ്രൂവൺ ബെനിഫിറ്റ്സ് കിട്ടും. വൈദ്യശാസ്ത്രമായി തെളിയിക്കപ്പെട്ട പല പ്രൂവൺ ബെനിഫിറ്റ്സും ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർത്താലാണ് കൂടുതൽ കിട്ടുക. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ ഫിസിക്കൽ സ്ട്രെങ്ത്തും എനർജിയും സ്റ്റാമിനയും കൂട്ടാൻ വേണ്ടിയിട്ട് ന്യൂട്രിചാർജ് ഗെയിനറിലുള്ള ബെനിഫിഷ്യൽ ന്യൂട്രിയൻസ് ആണ് പൈൻ ബാർക്ക് എക്സ്ട്രാക്ട്, ഗോക്ഷുര, അശ്വഗന്ധ, ശതാവരി, തിപ്പല്ലി. ഓക്കെ, പിന്നീട് നമ്മുടെ ശരീരത്തിൽ വിശപ്പ് കൂട്ടാൻ, അതായത് ഒത്തിരി ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല, അതുകൊണ്ടാണ് ചില സമയം ഭക്ഷണം കുറവ് കഴിക്കുന്നതുകൊണ്ട് അതിൽ നിന്നുള്ള ന്യൂട്രിയൻസും കുറവാകുന്നു, അപ്പോൾ ശരീരം ഒത്തിരി മെലിഞ്ഞു പോകുന്നു. അതുപോലെ ഫിസിക്കൽ എബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂട്രിചാർജ് ഗെയിനറിൽ ചേർത്തിരിക്കുന്നതാണ് പൈൻ ബാർക്ക് എക്സ്ട്രാക്ട്, ഗോക്ഷുര, അശ്വഗന്ധ, ശതാവരി, തിപ്പല്ലി. ഓക്കെ, ആ 4 ഇൻഗ്രീഡിയന്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട്. മസിൽസിനെ കൂട്ടാനും ശരീരത്തിനെ സ്ട്രോങ് ആയി കൂട്ടാനും വളരെയധികം സൗന്ദര്യമായിട്ട് തിളക്കം കാത്തു സൂക്ഷിക്കാനും നമ്മൾ ന്യൂട്രിചാർജ് ഗെയിനർ ചേർത്തിരിക്കുകയാണ്. അഗെയിൻ പൈൻ ബാർക്ക് എക്സ്ട്രാക്ട്, ഗോക്ഷുര, അശ്വഗന്ധ, ശതാവരി, തിപ്പല്ലി. ഓക്കെ, ഇതിന്റെ ശരിയായ എഫക്ട് മസിൽസ് കൂട്ടാൻ, ബോഡി സ്ട്രെങ്തിങ് കൂട്ടാൻ, ബോഡി ബിൽഡിംഗ് കൂട്ടണമെങ്കിൽ നമ്മൾ ഒരു സ്കൂപ്പ് ന്യൂട്രിചാർജ് ഗെയിനർ എടുക്കണം, ഒരു സെഷെ ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് എടുക്കണം. ഇത് രണ്ടും കൂടി ചേർക്കുക. ഇത് രണ്ടും കൂടി ചേർക്കുന്നപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇവിടെ. ഇപ്പൊ നമ്മൾ ഗെയിനറിനോട് ചേർക്കുമ്പോൾ കൊക്കോവ പ്രോഡക്റ്റ് ആണ് ചേർക്കുന്നതെങ്കിൽ രണ്ടും മിക്സ് ചെയ്യുന്നുണ്ടെങ്കിലാണ് അതിന് കൂടുതൽ ഒരു ടേസ്റ്റ്. അപ്പൊ ഇപ്പൊ സ്ത്രീകൾക്ക് ന്യൂട്രിചാർജ് സ്ട്രോബെറി നമ്മൾ കൊടുക്കുക. അപ്പൊ ഇതെങ്ങനെയായത് എന്നുള്ളതാണ്. ഒന്നുമില്ല, അതിന് നമ്മൾ ലേശം ഡിഫറൻസ് ആക്കുന്നു. രാവിലെ PVMF കഴിക്കുന്നില്ലേ അവര് എങ്ങനെയായാലും, അപ്പൊ വൈകിട്ട് അവർക്ക് ഗെയിനർ കൊടുക്കാം ആ ഗ്യാപ്പ്. പക്ഷെ സ്ട്രോബെറിയുടെ കൂടെ ഗെയിനർ ചേർത്ത് കഴിഞ്ഞാൽ അത് അത്ര സുഖമായിട്ട് തോന്നില്ല, അപ്പൊ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി തോന്നും. അപ്പൊ കൊക്കോവ പ്രോഡക്റ്റ് യു ക്യാൻ മിക്സ് വിത്ത് ഗെയിനർ, രാവിലെ കഴിക്കാം PVM ബ്രേക്ക്ഫാസ്റ്റ് കൂടെ. സ്ത്രീകൾക്ക് വേണമെങ്കിൽ അതിന്, അല്ലെങ്കിൽ സ്ട്രോബെറി പ്രോഡക്റ്റ് കഴിക്കുന്നവർക്ക് അത് ലേശം അപ്പാർട്ട് ആക്കിയിട്ട് കഴിക്കാം. അതായത് രാവിലെ പ്രോഡക്റ്റ് കഴിക്കുന്നു, PVMന്റെ കൂടെ വൈകിട്ട് ഗെയിനറും കൂടി കലക്കി കുടിക്കുന്നുള്ളതാണ്. അപ്പൊ 12 വയസ്സിന്റെ മുകളിലുള്ള എല്ലാ അവർക്കും ഇത് കഴിക്കാം, സ്ത്രീ ആയാലും പുരുഷനായാലും എല്ലാവർക്കും കഴിക്കാം. കമ്പാരിസൺ വാല്യൂ ഫോർ മണി വിത്ത് ന്യൂട്രിചാർജ് കമ്പാരിസൺ ഒന്നുമില്ല എന്നേ, കാരണം ഒന്നുമില്ല അത് തന്നെ. പക്ഷെ നമ്മളെ മാർക്കറ്റിൽ ഒത്തിരി പ്രൊഡക്റ്റ് കിട്ടാനുണ്ട് ഈ ശരീരത്തിന്റെ വെയിറ്റ് മാസ് കൂട്ടാൻ, മസിൽസ് മാസ് കൂട്ടാൻ, എനർജി കൂട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. എൻഡ്യൂറ മാസ് എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് ഉണ്ട്, ന്യൂട്രി ഗൈൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ബട്ട് അതൊന്നും നമ്മളെ മാച്ച് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അടുക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ന്യൂട്രിയൻസ് നമ്മൾ ന്യൂട്രിചാർജ് ഗെയിനറിൽ 17 ഉണ്ട്. അതിൽ പൈൻ ബാർക്ക് എക്സ്ട്രാക്ട് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യയാണ് നമ്മൾ ഒരു ഇൻഗ്രീഡിയന്റിൽ പൈൻ ബാർക്ക് എക്സ്ട്രാക്ട് കൊണ്ടുവന്നത്. പൈൻ ബാർക്ക് എക്സ്ട്രാക്ട് ഗുണം നേരത്തെ പറഞ്ഞത് ഹൈലി പൊട്ടന്റ് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ളതാണ്. പിന്നെ അതുപോലെ രക്തത്തിന്റെ ഫ്ലോ കൂട്ടുന്നു, എനർജി ലെവൽ കൂട്ടുന്നു. അതുകൊണ്ട് നമ്മൾ മസിൽസിലേക്ക് ഇത് എത്തിക്കുന്നതുകൊണ്ട് മസിൽസിന്റെ ഡെവലപ്മെന്റ് കൂട്ടുന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് ഇന്ത്യയില് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് നമ്മളത് മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നിനും പൈൻ ബാർക്ക് എക്സ്ട്രാക്ട് ചേർത്തിട്ടില്ല. അപ്പൊ പൈൻ അത് 150 മില്ലിഗ്രാം ആണ് ചേർത്തിരിക്കുന്നത്. ഓക്കെ, നല്ലൊരു എമൗണ്ടാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ പ്യുവർ ദേശി ഘീ നമ്മൾ പറയുന്നത് പശു നെയ്യും അതുപോലെ തേനും ചേർത്തതാണ്. MRP 1350 ആണ്. പെർ ഡേ കോസ്റ്റ് നമുക്ക് 45 രൂപയെ വരത്തുള്ളൂ. പക്ഷേ 45 രൂപ പെർ ഡേ വരുമ്പോൾ അതിന്റെ വാല്യൂ ഫോർ മണി എത്രയുണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം വല്ലാതെ ശുഷ്കിച്ചിരിക്കുന്നതും പ്രവർത്തിക്കാൻ പറ്റാത്ത ശരീരത്തിലേക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനർജി ലെവൽ ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഐ വിൽ ടെൽ യു. ഇത് കഴിക്കാത്തവര് അല്ലാതെ ഈ പറഞ്ഞ പല പ്രശ്നങ്ങളും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഇത് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്, ഇത് ഞാൻ അനുഭവിക്കാറുണ്ട്. പിന്നെ ചില ആൾക്കാരുണ്ട് ഈ കല്യാണ പ്രായമൊക്കെ ആ സമയത്ത് ശരീരത്തിൽ ഒത്തിരി മെലിഞ്ഞ് സൃഷ്ടിച്ചിരിക്കുമ്പോഴേക്കും അവർക്ക് ആ മാരേജ് മാർക്കറ്റിലോട്ടേക്ക് പ്രവർത്തിക്കുന്ന സമയത്ത് വല്ലാതെ പ്രശ്നങ്ങൾ വരും. പറയാറുണ്ട് കുറച്ചൊന്നും കൂടി തടിച്ചേക്കൊള്ളായിരുന്നു, ഒന്ന് തടിക്കും എന്നൊക്കെ പറയാനില്ലേ. അവരുടെ ഇതൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ടൊക്കെ വരും എന്നുള്ളതാണ് എൻ്റെ ഗുണം. ക്ഷീണം ഉണ്ടാവില്ല. എൻഡ്യൂറ മാസം നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമേ ഇല്ല, പക്ഷെ പെർ ഡേ കോസ്റ്റ് ഏകദേശം 20 രൂപ വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ഒറ്റനോട്ടത്തിൽ പറയാം 45 രൂപ ഇവിടെ 20 രൂപ ഇവിടെ. പക്ഷെ ഈ 20 രൂപയ്ക്ക് ഇതിലൊന്നുമില്ല, ചുമ്മാ 20 രൂപ കൊണ്ട് കളഞ്ഞതാണ്. പക്ഷെ നമുക്കിവിടെ 45 രൂപ നമ്മൾ കളയുന്നുണ്ടെങ്കിലും നമുക്ക് ഈ 45 രൂപയല്ല നമുക്കിവിടെ 45 രൂപയുടെ ഗുണമല്ല നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് ഏകദേശം 100-150 രൂപയുടെ ഗുണം അവിടെ കിട്ടുന്നത്. ദാറ്റ് ഈസ് വാട്ട് വാല്യൂ ഫോർ മണി. പിന്നെ ന്യൂട്രി ഗെയിൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഹൗ മച്ച് ഇറ്റ് വിൽ ഗെയിൻ ഐ ഡോണ്ട് നോ. 13 ന്യൂട്രിയൻസേ ഉള്ളൂ.
പിന്നെ പൈൻബാക്ക് അക്കാഡമി ഇന്ത്യയിൽ ഒന്നിലുള്ള നമുക്കേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ അവിടെ ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ ദേശിക്കും തേനൊക്കെ അവർ ചേർത്തിട്ടുണ്ടെങ്കിലും അതിന്റെ പെർ ഡേ കോസ്റ്റ് കംസ് ടു 30 rupees. പക്ഷെ പറഞ്ഞ പല ഇൻഗ്രീഡിയന്റും അതിലില്ല. നമുക്ക് ഈ ശരീരത്തിൽ ഗെയിൻ ചെയ്യാനുള്ള പല ന്യൂട്രിയന്റ് വാല്യൂ ഉള്ള സാധനങ്ങളും അതിലില്ല. അപ്പോൾ ദർ ഇസ് നോ മാച്ച് ആസ് സച്ച്. പിന്നെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കൊണ്ട് കോമ്പറ്റീറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിന് കോമ്പറ്റീറ്റർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഈ ന്യൂട്രിചാർജ് ഗെയിനർ ഇവിടെ പറയാനുള്ളത്.